നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വെളിച്ചം പകരാൻ തുടങ്ങുമ്പോൾ ആ വെളിച്ചം നിങ്ങൾക്കും ജീവിതപാതയിൽ തുണയാകും. നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള ശ്രമം നിർത്തുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വയം ശാന്തമായിരിക്കുക എന്നതാണ്. കൊടുങ്കാറ്റ് അതിന്റെ സമയമാകുമ്പോൾ കടന്നു പോകും. കഴിയുമെങ്കിൽ ഒരു പുഞ്ചിരി നൽകുക. സ്നേഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ഇരുളിൽ അകപ്പെട്ടവർക്ക് നിങ്ങൾക്ക് കഴിയും വിധം വെളിച്ചം നൽകുക. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തു നിൽക്കരുത്. കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരില്ല. ഒരു വടിയൂന്നി നിങ്ങൾ അതിനു പിന്നാലെ പോകുക തന്നെ വേണം. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെ ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ മാത്രം സമാധാനം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ചുറ്റും നടന്ന കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. എല്ലാം സ്വയമേ ആരംഭിക്കുക. എത്ര മോശം ജലത്തിലും താമര വിരിയുന്നു. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. മൂല്യങ്ങൾ ഉള്ളയാളാകുമ്പോൾ എവിടെ പോയാലും മാലിന്യമാവുകയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ പോലെയാണ് വികാരങ്ങളും. അവ നിങ്ങളിലേക്ക് വരികയും പോവുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഉള്ളതാകരുത് നമ്മുടെ ജീവിതം. നിങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതേ രീതിയിൽ മടക്കി നൽകാത്തവരോട് ബന്ധം സ്ഥാപിക്കരുത്. അത് സ്നേഹബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ സമയവും ഊർജവും നൽകുക. ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തികളെ ഒരിക്കലും മറക്കരുത്. ക്ഷമിക്കുകയും അരുത്. അവരോട് വൈരാഗ്യമോ പകയോ മനസ്സിൽ വയ്ക്കാനോ പാടില്ല. ചിന്തകളുടെ ശക്തി തിരിച്ചറിയാതെ പോകരുത്. ഓരോ ദിവസവും നാം എന്താണോ ചിന്തിക്കുന്നത് കാലക്രമേണ നാം അതായി മാറുന്നു. ഒരു സ്ത്രീ നിങ്ങളെ ഒഴിവാക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾ അവൾക്ക് തുല്യരല്ല എന്ന തോന്നലിലാണ്. വിഡ്ഢികളോട് വാദപ്രതിവാദം നടത്തുന്നത് നിങ്ങളുടെ കവിളിലെ കൊതുകിനെ അടിക്കുന്നതിന് തുല്യമാണ്. അത് ചാകുമോ ഇല്ലയോ എന്ന സംശയമാണ്. എന്നാൽ നിങ്ങൾക്ക് വേദനിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.